ബലൂചിസ്ഥാൻ ഒരു കാലത്ത് പാകിസ്ഥാൻ ലോകത്തിൻ്റെ കണ്ണിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ച ഒരു പ്രദേശം. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശം ലോക വാർത്തകളിൽ ഇടം തേടുന്നു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. സ്വർണവും വാതകങ്ങളും ധാതുക്കളും നിറഞ്ഞ ഒരു നിധിശേഖരം. പക്ഷേ ഇവിടെ ജനസംഖ്യ വളരെ കുറവാണ്. പാകിസ്ഥാൻ സർക്കാരിൽ നിന്നും ഏറ്റവും ദുരിതമനുഭവിക്കുന്നവരും ഇവിടുത്തെ ജനങ്ങളാണ്. ഈ നാട് ഇപ്പോൾ കലുഷിതമാണ്. ആക്രമണങ്ങൾ കൂടുകയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള ആഹ്വാനങ്ങൾ ഉച്ചത്തിലാകുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബലൂച്ച് പോരാളികൾ ശക്തമായൊരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ മുൻനിരയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA എന്ന വിഘടനവാദി സംഘടനയാണ്. ഈ മാസം BLA ഒരു പുതിയ ദൗത്യം ആരംഭിച്ചു. ഹെറോഫ് 2.0 എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. ബലൂജി ഭാഷയിൽ ഹെറോഫ് എന്നാൽ കറുത്ത കൊടുങ്കാറ്റെന്നാണ്. ഈ കൊടുങ്കാറ്റിൻ്റെ ആഘാതം പാകിസ്ഥാനെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. ഇതുവരെ 58 പ്രദേശങ്ങളിൽ BLA ആക്രമണം നടത്തി. ഒരു മാസത്തിനുള്ളിൽ 58 പ്രദേശങ്ങളിൽ 78 ആക്രമണങ്ങൾ. പ്രധാനമായും സൈനിക കേന്ദ്രങ്ങളെയും പ്രധാന ഗതാഗത പാതകളെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം. കഴിഞ്ഞ ദിവസം മാത്രം 24 മണിക്കൂറിൽ 7 ആക്രമണങ്ങൾ നടത്തി. BLA സംഘം ഒരു ഹൈവേ കൈവശപ്പെടുത്തി. വാഹനങ്ങൾ തടഞ്ഞു, ട്രക്കുകൾ പരിശോധിച്ചു, വാഹന വ്യൂഹങ്ങളെ ആക്രമിച്ചു. എന്താണ് ഈ വാഹന വ്യൂഹങ്ങൾ? ബലൂചിസ്ഥാൻ്റെ ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്നവരാണിവർ. ഇവരാണ് ഈ മണ്ണിനെ നശിപ്പിക്കുന്നതെന്നാണ് BLA പറയുന്നത്. മറ്റൊരിടത്ത് BLA ഒരു സൈനിക ചെക്ക് പോസ്റ്റ് ആക്രമിച്ച് തീവച്ചു. വേറൊരു സ്ഥലത്ത് അവർ പാകിസ്ഥാൻ സൈന്യവുമായി 25 മിനിറ്റ് നീണ്ട ഏറ്റുമുട്ടൽ നടത്തി. ഓട്ടോമാറ്റിക് തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഘർഷത്തിൽ 2 പാക് സൈനികർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേറ്റു. ഇത്തരം വാർത്തകളുടെ പ്രവാഹം തന്നെ വരുന്നുണ്ട്. ബലൂചിസ്ഥാൻ ലോകത്ത് നിന്ന് വേർതിരിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ആ ഒറ്റപ്പെടലിൻ്റെ മതിൽ തകർന്നു വീഴുകയാണ്. BLAയുടെ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുന്നു. സോഷ്യൽ മീഡിയ അതിനെ ആളിക്കത്തിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ, ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം തുടങ്ങിയ ഹാഷ്ടാഗുകൾ ലോകമെങ്ങും ട്രെൻഡിംഗ് ആകുന്നു. ബലൂച്ച് പ്രവർത്തകർ ഇപ്പോൾ ആഗോള ഇടപെടൽ ആവശ്യപ്പെടുന്നു. അവർ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ച് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ഇന്ത്യയോട് നേരിട്ട് അഭ്യർത്ഥന നടത്തി. 1971 ബംഗ്ലാദേശ് വിമോചനത്തോട് അവർ പോരാട്ടത്തെ താരതമ്യം ചെയ്തു. ഇന്ത്യ അന്ന് ബംഗ്ലാദേശിനെ പിന്തുണച്ചതുപോലെ തങ്ങളെയും പിന്തുണയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂഡൽഹിയിൽ ഒരു പ്രതീകാത്മക ബലൂജി എംബസി സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവയെല്ലാം വെറും വാക്കുകൾ മാത്രമല്ല, ദശാബ്ദങ്ങളായി പീഡനം അനുഭവിക്കുന്ന ഒരു ജനതയുടെ നിലവിളിയാണ്. പാകിസ്ഥാൻ്റെ നേതാക്കൾ അവരെ ചതിച്ചു. സൈന്യം ക്രൂരമായി കൊലപാതകങ്ങളിലൂടെയും തിരോധാനങ്ങളിലൂടെയും അവരെ ഇരകളാക്കി. ഇപ്പോൾ ബലൂച്ച് ജനത വീണ്ടും ശബ്ദമുയർത്തുമ്പോൾ പാകിസ്ഥാൻ കടുത്ത നടപടികളുമായി മുന്നോട്ട് വരുന്നു. റെയ്ഡുകൾ, അറസ്റ്റുകൾ, സൈനിക അടിച്ചമർത്തലുകൾ എല്ലാം ഈ പ്രവിശ്യയിൽ അരങ്ങേറുന്നു. കഴിഞ്ഞ മാസം പാക് ആർമി ചീഫ് അസിം മുനീർ ഒരു ഭീഷണി മുഴക്കി. ഈ ഭീകരവാദികളെ ഞങ്ങൾ ഉടൻ തകർക്കും. വിഘടനവാദികളെ ശാന്തമാക്കാനുള്ള ഒരു ഭീഷണിയായിരുന്നു അത്. പക്ഷേ അത് എരുതിയിൽ എണ്ണയൊഴിച്ചതുപോലെയായി. പാകിസ്ഥാൻ്റെ ജനറൽമാർ ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അനിയന്ത്രിതമായി പടരുകയാണ്. ചില നിരീക്ഷകർ പറയുന്നത് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ കശ്മീരിൽ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തു എന്നാണ്. അതൊരു തന്ത്രമായിരുന്നുവെങ്കിൽ അത് ദയനീയമായി പരാജയപ്പെട്ടു. ബലൂചിസ്ഥാനിലെ പ്രതിസന്ധി മറയ്ക്കാനാവാത്തതാണ്, ശാന്തമാക്കാനാവാത്തതാണ്. അതൊരു ജനതയുടെ ശബ്ദത്തിനും മണ്ണിനും ഭാവിക്കുമുള്ള പോരാട്ടമാണ്. ഒടുവിൽ ലോകം അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു.